കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, മറിച്ച് അണിയറയിൽ നടക്കുന്നു എന്ന് പറയപ്പെടുന്ന BJP CPM അവിശുദ്ധ കൂട്ടുകെട്ടുകൂടിയാണ്. പിണറായി സർക്കാരിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ അവർക്ക് രക്ഷാകവചം ഒരുക്കുന്നത് കേന്ദ്ര ഏജൻസികളാണെന്ന ആക്ഷേപം ശക്തമാവുകയാണ്. ലാവ്ലിൻ കേസ് മുതൽ സ്വർണ്ണക്കടത്തും ലൈഫ് മിഷനും മകളുടെ കരിമണൽ കമ്പനിയും വരെ നീളുന്ന വൻ അഴിമതികളിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ ഒരു ചോദ്യം ചെയ്യാൻ പോലും ഇഡി തയ്യാറാകുന്നില്ല? ഈ ചോദ്യം ഇപ്പോൾ ഉയർത്തുന്നത് പ്രതിപക്ഷമല്ല, മറിച്ച് BJPയുടെ കടുത്ത അണികൾ തന്നെയാണ്. പിണറായിയെ സംരക്ഷിക്കുന്ന കേന്ദ്ര നിലപാടിൽ മനം മടുത്ത് BJP വോട്ടുകൾ കൂട്ടത്തോടെ UDFിലേക്ക് മറിയുന്ന ഒരു കാഴ്ചയിലേക്കാണോ കേരളം നീങ്ങുന്നത്? ഭരണപക്ഷമായ CPIM ജനങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകന്നു പോയിരിക്കുന്നുവെന്ന തിരിച്ചറിവിൽ ഇക്കുറി BJP പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ്. അണികൾക്കിടയിൽ മോദിയോടുള്ള താൽപര്യം വർദ്ധിക്കുന്നതും ഹൈന്ദവ വിശ്വാസങ്ങളെ ചവിട്ടിമെതിച്ച പിണറായി സർക്കാരിനോടുള്ള രോഷവും BJPക്ക് വളം തന്നെയാണ്. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ നിലപാട് മാറ്റിയ പിണറായിയെ വിശ്വസിക്കാൻ വിശ്വാസികൾ തയ്യാറല്ല. നീലച്ചായം അടിച്ച കുറുക്കന്റെ തന്ത്രങ്ങൾ ഇവിടെ വിലപ്പോകില്ലെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ വടക്കൻ കേരളം K സുരേന്ദ്രനും തെക്കൻ കേരളം V മുരളീധരനും നടുവിൽ ശോഭാ സുരേന്ദ്രനും ചേർന്ന് കേരളം പിടിച്ചെടുക്കാനുള്ള ഒരു കൊമ്പൻ പ്ലാനാണ് പണിയുന്നത്. പോരാഞ്ഞിട്ട് കേരളത്തിൽ ഇക്കുറി BJP പയറ്റുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ഫോർമുലയാണ്. പരമ്പരാഗത വോട്ട് ബാങ്കിന് പുറമെ പ്രൊഫഷണലുകളെയും നിഷ്പക്ഷമതികളെയും ആകർഷിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എന്ന ബിസിനസ്സുകാരനെയാണ് അമരത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇതിന് മാറ്റുകൂട്ടാനാണ് 2020 എന്ന പ്രസ്ഥാനത്തെയും അതിന്റെ അമരക്കാരൻ സാബു ജേക്കബിനെയും ഒപ്പം ചേർത്തത്. രാജീവ് ചന്ദ്രശേഖർ സാബു ജേക്കബ് ഫോർമുലയിലൂടെ മോദിയെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് മലയാളികളെ BJPയിലേക്ക് അടുപ്പിക്കാനാണ് നീക്കം. ഇതോടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം ഇരുവരും നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഈ പുതിയ സഖ്യത്തിന് മുന്നിൽ പഴയ സഖ്യകക്ഷിയായ BDJS ഏതാണ്ട് അപ്രസക്തമായ നിലയിലാണ്. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകിയും തുഷാറിന് പദവികൾ വാഗ്ദാനം ചെയ്തും BDJSനെ BJP ലയിപ്പിക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം. കേരളത്തെ മൂന്നായി തിരിച്ചുകൊണ്ടുള്ള വിന്യാസമാണ് BJP നടത്തിയിരിക്കുന്നത്. വടക്കൻ കേരളത്തിന്റെ ചുമതലയും മഞ്ചേശ്വരം മണ്ഡലവും K സുരേന്ദ്രന് നൽകി കഴിഞ്ഞു. കഴിഞ്ഞ 2 തവണയും കൈവിരലുകൾക്കിടയിലൂടെ ചോർന്നുപോയ വിജയം ഇക്കുറി സുരേന്ദ്രൻ ഉറപ്പായി നേടുമെന്നാണ് BJP മോഹം. മഞ്ചേശ്വരത്ത് ഇതിനോടകം തന്നെ സുരേന്ദ്രൻ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. വടക്ക് സുരേന്ദ്രൻ തരംഗം സൃഷ്ടിക്കുമ്പോൾ തെക്കൻ കേരളത്തിൽ V മുരളീധരനും PK കൃഷ്ണദാസനുമാണ് ചുമതലയുള്ളത്. തെക്കൻ കേരളത്തിൽ ഇത്തരത്തിൽ ശക്തമായ നിരയെ ഇറക്കുമ്പോൾ മധ്യ കേരളത്തിൽ ശോഭാ സുരേന്ദ്രനാണ് BJPയുടെ കുന്തമുന. പാലക്കാട് കേന്ദ്രീകരിച്ച് ശോഭ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. പാലക്കാട് ഒഴികെ ഏത് സീറ്റും നൽകാമെന്ന് വാഗ്ദാനം ഉണ്ടായെങ്കിലും പാലക്കാട് തന്നെ മത്സരിക്കാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുകയായിരുന്നു. ആലപ്പുഴയിലെ ഹരിപ്പാട്, കായംകുളം, അരൂർ മണ്ഡലങ്ങളിലെ നേതാക്കൾ ശോഭയെ ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നുവെങ്കിലും പാലക്കാട് തന്നെയാണ് അവർക്ക് നറുക്കു വീണത്. എന്നാൽ ഇവിടെയാണ് രാഷ്ട്രീയ കേരളത്തിലെ ചില ട്വിസ്റ്റുകളും അറിഞ്ഞു കിടക്കുന്നത്. കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണ് എന്ന വസ്തുത പകൽ പോലെ വ്യക്തമാണ്. എന്നാൽ ഈ വികാരം മുതലെടുക്കാൻ BJPക്ക് കഴിയാത്തതിന് പ്രധാന കാരണം അവർ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നു എന്ന തോന്നലാണ്. ലാവ്ലിൻ കേസ് അസംഖ്യം തവണ മാറ്റിവെക്കുന്നതും സ്വർണ്ണക്കടത്തിലും ഡോളർ കടത്തിലും കേന്ദ്ര ഏജൻസികൾ പെട്ടെന്ന് നിശബ്ദരായതും BJP CPM ധാരണയുടെ ഭാഗമാണെന്ന വിമർശനം BJP അണികൾക്കിടയിൽ തന്നെയുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട കരിമണൽ കേസ് പോലും കേന്ദ്ര ഏജൻസികൾ ഗൗരവമായി കാണുന്നില്ല എന്നത് BJP പ്രവർത്തകരെ പോലും ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി കൂട്ടത്തോടെ BJP വോട്ടുകൾ പലയിടത്തും UDFന് അനുകൂലമായി മറിയാൻ സാധ്യതയുണ്ടെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രാഥമിക നിഗമനം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാവും. BJPയുടെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടാകുകയും പലയിടത്തും UDF വലിയ മുന്നേറ്റം നടത്തുകയും ചെയ്തിട്ടുണ്ട്. മഞ്ചേശ്വരത്ത് മത്സരിക്കുന്ന K സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് മഞ്ചേശ്വരത്ത് 20,000 വോട്ടിന് ഭൂരിപക്ഷമുണ്ട്. BJP അണികൾക്കിടയിലുള്ള അതൃപ്തി വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചാൽ സുരേന്ദ്രന്റെ വിജയം വീണ്ടും തുലാസിലാകും. പിണറായിയെ തൊടാത്ത BJP നയത്തോടുള്ള പ്രതിഷേധം വോട്ടുകളിലൂടെ അറിയിക്കാനാണ് BJP അണികളുടെ തീരുമാനം. BJPയിൽ വിജയിക്കാൻ സാധ്യതയുള്ള ചുരുക്കം നേതാക്കളിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. പാലക്കാട് കേന്ദ്രീകരിച്ച് ശോഭ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണം ഇതോടെ ഉയർന്നു കഴിഞ്ഞു. ശോഭയുടെ ജനപ്രീതിയിൽ ഭയന്ന ചില നേതാക്കൾ അവരെ അട്ടിമറിക്കാൻ അണിയറയിൽ തന്നെ കരുക്കൾ നീക്കുന്നുമുണ്ട്. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ പോലും സ്വന്തം പാർട്ടിയിലെ ഗ്രൂപ്പുകൾ കാരണം പരാജയപ്പെടുത്തുന്ന അവസ്ഥ BJPയെ കേരളത്തിൽ കൂടുതൽ ദൗർബല്യപ്പെടുത്തുകയാണ് ചെയ്യുക. ലാവ്ലിൻ കേസും ലൈഫ് മിഷൻ
പെൻഷൻ തട്ടിപ്പും ശരിയായ രീതിയിൽ അന്വേഷിച്ചിരുന്നുവെങ്കിൽ പിണറായി സർക്കാർ ഇതിനോടകം തന്നെ പ്രതിസന്ധിയിലാകുമായിരുന്നു. എന്നാൽ BJP ദേശീയ നേതൃത്വം കേരളത്തിലെ ഈ അവിശുദ്ധ സഖ്യത്തിന് കൂട്ടുനിൽക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടിയുണ്ടാക്കും. BJP അണികൾക്കിടയിൽ തന്നെ പിണറായി വിരുദ്ധ വികാരം ശക്തമായതിനാൽ അവരും ഇത്തവണ UDFന് അനുകൂലമായ നിലപാട് എടുത്തേക്കാം. BJPയിലെ ഉൾപ്പോരുകളും പിണറായി വിജയനുമായുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയവും വിജയം UDFന് തന്നെയെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. സ്വന്തം സ്ഥാനാർത്ഥികളെ കാലുവാരിയും മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചു നടത്തുന്ന ഈ കളിയിൽ തോൽക്കുന്നത് ഒടുവിൽ BJP തന്നെയായിരിക്കും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF തരംഗം ഉണ്ടായാൽ അതിന് പ്രധാന കാരണം ഭരണവിരുദ്ധ വികാരവും ഒപ്പം BJPയുടെ ഈ ഇരട്ടത്താപ്പുമായിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല.